നമസ്കാരം, ET വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. ആഗോള അനിശ്ചിതത്വങ്ങൾ വർദ്ധിച്ചു വരുന്ന ക്രൂഡ് ഓയിൽ വില, വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ ഓഹരി വിൽപ്പന എന്നിവ നിലനിന്നിട്ടും മെയ് 8 അവസാനിച്ച ചാഞ്ചാട്ടം നിറഞ്ഞ വാരത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആഭ്യന്തര നിക്ഷേപകരുടെ സജീവമായ ഇടപെടൽ, രൂപയുടെ മൂല്യത്തിലുണ്ടായ വർധനവ്, പ്രതീക്ഷിച്ചതിലും മികച്ച കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ എന്നിവ വിപണിക്ക് കരുത്തേകി. ഈ വാരത്തിൽ BSE സെൻസെക്സ് 414 പോയിന്റ് ഉയർന്ന് 77,328ലും നിഫ്റ്റി 178 പോയിന്റ് നേട്ടത്തോടെ 24,176ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം വീണ്ടും രൂക്ഷമായ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സും നിഫ്റ്റിയും 0.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക നേട്ടത്തിൽ ക്ലോസ് ചെയ്യുകയും മുൻനിര സൂചികകളേക്കാൾ മികച്ച പ്രകടനം തുടരുകയും ചെയ്തു. സെൻസെക്സ് ഏകദേശം 516 പോയിന്റ് ഇടിഞ്ഞ് 77,328ലും നിഫ്റ്റി 150 പോയിന്റ് താഴ്ന്ന് 24,176ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന ആഴ്ചയിൽ ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും US ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഭൗമരാഷ്ട്രീയ വാർത്തകളായിരിക്കും വിപണിയുടെ ഗതി നിശ്ചയിക്കുക. US മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണവും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും നിക്ഷേപകർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശത്തിൽ ഇറാന്റെ മറുപടി പ്രതീക്ഷിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ പുരോഗതി ഉണ്ടായാൽ അത് വിപണിക്ക് കരുത്താകും. എന്നാൽ ചർച്ചകൾ പരാജയപ്പെടുകയോ സൈനിക നീക്കങ്ങൾ വർദ്ധിക്കുകയോ ചെയ്താൽ ആഗോള വിപണികളിൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും. വിപണിയിലെ ഈ അസ്ഥിരത മാറ്റി നിർത്തിയാൽ വരുന്ന ആഴ്ച ശ്രദ്ധിക്കാൻ പറ്റുന്ന 2 ഓഹരികളുണ്ട്. ആദ്യത്തേത് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. കമ്പനി അവരുടെ Q4 റിസൾട്ട്സ് പുറത്തുവിട്ടിരുന്നു. 4ാം പാദത്തിൽ കല്യാൺ ജ്വല്ലേഴ്സ് 10,274 കോടി രൂപയുടെ റവന്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷം അപേക്ഷിച്ച് 67.5% വളർച്ചയാണിത്. പാദത്തിലെ ആകെ വരുമാനം 10,321.53 കോടി രൂപയാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 115% വർദ്ധിച്ച് 538.82 കോടി രൂപയിലെത്തി. മുൻ വർഷം ഇതേ പാദത്തിൽ ഇത് 250.6 കോടി രൂപയായിരുന്നു. അറ്റാദായം 118.3% വളർച്ചയോടെ 409.5 കോടി രൂപയായി ഉയർന്നു. EPS 1.82 രൂപയിൽ നിന്ന് 3.97 രൂപയായി വർദ്ധിച്ചു. 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ആകെ വരുമാനം 35,742.86 കോടി രൂപയാണ്. മുൻ വർഷത്തെ 25,040.66 കോടി രൂപയേക്കാൾ 42.7% വർധനമാണിത്. വാർഷികാടിസ്ഥാനത്തുള്ള ആകെ വരുമാനം 35,950.88 കോടി രൂപ രേഖപ്പെടുത്തി. മുഴുവൻ വർഷത്തെ ലാഭം 1,843.49 കോടി രൂപയാണ്. FY25 ഇത് 959.6 കോടി രൂപയായിരുന്നു. അറ്റാദായം 89.1% വളർച്ചയോടെ 1,350.39 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 714.17 കോടി രൂപയായിരുന്നു. EPS 6.93 രൂപയിൽ നിന്നും 13.08 രൂപയായി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓഹരിക്ക് 2 രൂപ 50 പൈസ ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടിയിട്ടും ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്തിട്ടുണ്ട്. പൊതുവെ മികച്ച റിസൾട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഓഹരി വിലയിൽ വെള്ളിയാഴ്ച 3% നേട്ടം ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് കൂടെ നമുക്ക് നോക്കാം. ഓഹരിയുടെ ടെക്നിക്കൽസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ EMA 20 നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. RSI നമുക്ക് സ്ക്രീനിൽ കാണാം. നമുക്ക് ആദ്യം ലെവൽസ് ഒന്ന് നോക്കാം. ആദ്യം ജനറലായിട്ടൊരു ഒബ്സർവേഷൻ നോക്കാം. ഇവിടെ ഈ ഒരു ക്യാൻഡില് ഫെബ്രുവരി 10 മുതൽ തുടർച്ചയായിട്ട് ഒരു കറക്ഷൻ നേരിട്ട സ്റ്റോക്കാണിത്. ഓഹരി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായ നാളുകളിലൊക്കെ നമുക്ക് കാണാം. അതോടനുബന്ധിച്ചും സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്റ്റോക്ക് ഒന്ന് റീബൗണ്ട് ചെയ്തു ഏപ്രിൽ 2 അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ വരെ ഏപ്രിൽ 15 വരെ ഓൾമോസ്റ്റ് ഒരു റാലി ലഭിച്ചു. പക്ഷേ വീണ്ടും അവിടെ നിന്ന് സ്റ്റോക്കിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായി. സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്തു താഴേക്ക് വന്നു. പക്ഷേ ഈ ഒരു റേഞ്ച് 405 രൂപ നിലവാരം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സ്റ്റോക്കിന് കൊടുത്തതായിട്ട് കാണാം. അവിടെ നിന്ന് സ്റ്റോക്ക് പിന്നെ താഴെ പോയില്ല. അവിടെ പിന്നീട് ഒരു കൺസോൾട്ടേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടും ഡോജി ക്യാൻഡിൽസ്, ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ഇവിടെ നമുക്ക് കാണാം. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച മുകളിലേക്ക് പോയിരിക്കുന്നതായി കാണാം. കൂടുതലായിട്ടും ഹൈ ഫോർമേഷനാണ് ഈ കഴിഞ്ഞ വാരത്തിലുണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ
430 രൂപ നിലവാരത്തിൽ നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ ആരംഭിച്ചൊരു സ്ഥലം വളരെ പ്രധാനമാണ്. 452 രൂപ റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കാണേണ്ടതാണ്. ഈ ഒരു സ്റ്റോക്കിൽ EMA നമ്മൾ നോക്കുകയാണെങ്കിൽ EMA 20 സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാം. ഒരു ലാസ്റ്റ് ഫ്രൈഡേ EMA 20ക്ക് മുകളിലാണ് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ലൈവ് മാർക്കറ്റിൽ EMA മൂവ്മെൻറ്റ് കൂടെ ഒന്ന് നോക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് നമുക്ക് RSI ലെവൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മൺഡേ ഒരു 50.12 എന്നുള്ള ലെവലായിരുന്നു. ട്യൂസ്ഡേ അത് 46 റേഞ്ചിലേക്ക് വന്നു. വെനസ്ഡേ 51.77. ഈ ഒരു ഡേ തേഴ്സ്ഡേ അത് 48.97. ഫ്രൈഡേ 56.51 എന്നുള്ള രീതിയിൽ RSI ഇവിടെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 60 റേഞ്ചിലേക്കൊക്കെ RSI എത്തുന്നത് ഒരു ബുള്ളിഷ് സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്തരത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ഓഹരി ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. കമ്പനി ഇന്ത്യൻ സൈന്യത്തിനായി 1400 കോടി രൂപയുടെ 5 ഗ്രൗണ്ട് ബേസ്ഡ് മൊബൈൽ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കുറഞ്ഞത് 72% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത്. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് ബൈ ഇന്ത്യൻ IDDM വിഭാഗത്തിന് കീഴിലുള്ള ഈ കരാർ ഒപ്പിട്ടതെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ സംവിധാനം ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനും രാജ്യത്തെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കമ്പനിയുടെ 4ാം പാദ ഫലങ്ങൾ മെയ് 19 തീയതിയാണ് പുറത്തുവരിക. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് മികച്ച പ്രവർത്തനക്ഷമതയിലൂടെ തങ്ങളുടെ ശക്തമായ അടിസ്ഥാന ഗുണങ്ങൾ പ്രകടമാക്കുന്നത് തുടരുന്നുണ്ട്. കമ്പനിയുടെ ദീർഘകാല ഇക്വിറ്റി റിട്ടേൺ 23.15% ഇത് ലാഭക്ഷമതയെയും മൂലധനം ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള കമ്പനിയുടെ കഴിവിനെയും സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത കാലത്തായി അറ്റാദായം വാർഷിക അടിസ്ഥാനത്തിൽ 15%-ലധികം വളർച്ച കൈവരിച്ചു. അതേസമയം പ്രവർത്തന ലാഭത്തിലെ വളർച്ച ഇതിലും മികച്ചതായിരുന്നു. പ്രതിവർഷം ഏകദേശം 26% വരുമാനത്തിലെയും ലാഭത്തിലെയും ഈ വളർച്ച കമ്പനിയുടെ ബിസിനസ് മോഡലിന്റെ കരുത്തിനെയാണ് കാണിക്കുന്നത്. കൂടാതെ കമ്പനിക്ക് കടബാധ്യതകളില്ലാത്ത ബാലൻസ് ഷീറ്റ്, അതായത് നെറ്റ് ഡെപ്റ്റ് ഫ്രീ ബാലൻസ് ഷീറ്റ് ഉള്ളത് സാമ്പത്തിക സുരക്ഷിതത്വവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു. ശക്തമായ അടിത്തറ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഓഹരിയുടെ മൂല്യനിർണ്ണയം വെല്ലുവിളി നിറഞ്ഞ ഒന്നായി തുടരുന്നുണ്ട്. ചരിത്രപരമായ കണക്കുകളും ഈ മേഖലയിലെ മറ്റ് ഓഹരികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരികൾ നിലവിൽ വളരെ വില കൂടിയായിട്ടാണ്, അഥവാ എക്സ്പെൻസീവ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. കമ്പനിയുടെ വളർച്ചാ സാധ്യതകളിലും വിപണിയിലെ ആധിപത്യത്തിലുമുള്ള നിക്ഷേപകരുടെ വിശ്വാസമാണ് ഈ ഉയർന്ന മൂല്യനിർണ്ണയത്തിന് പിന്നിലെങ്കിലും ഭാവിയിൽ മൂല്യം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകൾ പരിമിതമാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ മേഖലയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന പദവി ഇതിന്റെ വില വർധനവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് മേഖലയുടെ ആകെ വിപണി മൂലധനത്തിന്റെ 44%-ലധികവും മൊത്തം വിൽപ്പനയുടെ ഏകദേശം 39%-വും ഈ ഒരു കമ്പനിയുടെ വിഹിതമാണ്. കമ്പനിയുടെ ടെക്നിക്കൽസ് ഏതായാലും ശിവദേവ് വ്യക്തമാക്കും. നമ്മളിവിടെ ഭാരത് ഇലക്ട്രോണിക്സ് ഈ ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ജനറലായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റോക്ക് ഒന്നൊരു കൺസോൾട്ടേഷനിലേക്ക് വന്നു. അതിനുശേഷം ഇവിടെ ഈ ഒരു ഡേ മാർച്ച് 11 തീയതി മുതൽ തുടർച്ചയായിട്ടൊരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായി. അതിനുശേഷം ഈ ഒരു ദിവസം മാർച്ച് 30 മുതൽ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് നമുക്ക് കാണാം. ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയത്. പക്ഷേ പിന്നീട് ഈ ഒരു ഡേ ഏപ്രിൽ 21 തീയതി ആ ഒരു ട്രെൻഡ് ലൈനിന് താഴെയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അതിനുശേഷം വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്തു. പിന്നീട് ഒരു കൺസോൾട്ടേഷനിലേക്കാണ് സ്റ്റോക്ക് നിലവിൽ കഴിഞ്ഞ ആഴ്ച എത്തിയത്. കൂടുതലും ഡോജി ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തത്. പക്ഷേ നമുക്കിവിടെ നോക്കുമ്പോൾ ലാസ്റ്റ് വീക്കിൽ കൂടുതലായിട്ട് ലോവർ റിജക്ഷൻ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ഡൗൺ ട്രെൻഡ് അത്ര തന്നെ താഴേക്ക് വന്നിട്ടില്ല. ഈ ഒരു ട്രെൻഡിൻ്റെ ഒരു പകുതി വെച്ചിട്ട് തന്നെ വീണ്ടും സ്റ്റോക്കിലൊരു ലോവർ റിജക്ഷൻ ഉണ്ടായതായിട്ട് കാണാം. ഈ ക്യാൻഡിൽസിലൊക്കെ ലോവർ റിജക്ഷൻസ് കൂടുതലാണ്. അത് സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡ്, ബൈങ് ഡിമാൻഡിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് തേഴ്സ്ഡേ ആണെങ്കിലും ഒരു ഡോജി ക്യാൻഡിലാണെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് നമുക്കിവിടെ ഉണ്ടായിട്ട് കാണാം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വോളിയം ജസ്റ്റ് ഒന്ന് നോക്കാം. പൊതുവെ ഒരു ശരാശരി അല്ലെങ്കിൽ ശരാശരിയോട് ചേർന്ന് നിൽക്കുന്ന വോളിയമാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവാറുള്ളതെന്ന് നമുക്കിവിടെ വിസിബിളാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പിവറ്റ് പോയിന്റ്സ് ഒന്ന് അപ്ലൈ ചെയ്യാം.
പൊതുവെ നമ്മൾ ലൈവ് മാർക്കറ്റിലാണ് പിവറ്റ് പോയിന്റ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ലെവൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് പിവറ്റ് പോയിന്റ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഒരു ക്യാൻഡിൽ ഒരു ഇടിവ് വന്നതിന് ശേഷം പിവറ്റ് പോയിന്റിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആ ഒരു പിവറ്റ് പോയിന്റ്സിനെ സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ലെവൽസ് നോക്കുമ്പോൾ പിവറ്റ് പോയിന്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് EMA ലെവൽസ് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളിവിടെ നിർണായകമായിട്ടുള്ള 4 മൂവിങ് ആവറേജസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലുള്ള റെഡ് ലൈൻ EMA 20 ആണ്, അതിന് താഴെയുള്ള യെല്ലോ EMA 50 ആണ്, അതിന് താഴെയുള്ള ബ്ലൂ EMA 100 ആണ്, ഏറ്റവും താഴെയുള്ള ഗ്രീൻ EMA 200 ആണ്. ലോങ് ടൈം മൂവിങ് ആവറേജ് ആണ്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണിത്. ഇവിടെ ഒരു ക്രോസ് ഓവർ, ഗോൾഡൻ ക്രോസ് ഓവർ സംഭവിക്കാൻ പോവുകയാണ്. തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ EMA 20 EMA 50 ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഒരു സ്ട്രെങ്തിലാണ് സ്റ്റോക്ക് നല്ലൊരു റാലി കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഒരു EMA ലെവൽസിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്നൊരു ഇടിവ് തുടങ്ങിയത് മാർച്ച് 9-ാം തീയതിയാണ്. അതിനുശേഷം EMA 20 ഇവിടെ ബ്രേക്ക് ചെയ്തു, EMA 50 ബ്രേക്ക് ചെയ്തു, 100-ൽ നിന്ന് സപ്പോർട്ട് എടുത്തു, ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന് EMA 100-ഉം താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇവിടെ ലോങ് ടൈം ബൈ നടക്കുന്ന സ്ഥലമാണ് EMA 200. അവിടെ നിന്ന് കൃത്യമായിട്ട് സ്റ്റോക്ക് ആ ഒരു റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാം. അതിന് താഴേക്ക് പോലും പോയെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കിട്ടി. പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങിയതുപോലെ തന്നെ EMA 100-നെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. വീണ്ടും ഇവിടെയൊക്കെ EMA 50, 20 എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തു. ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിങ് നമ്മൾ ആ ഒരു ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ ഒരു സോൺ EMA 20, 50 സോണിലാണ് സ്റ്റോക്ക് കൂടുതലായിട്ടും കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ EMA 100 സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് EMA 20-ൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓവർ റിജക്ഷൻ ഉണ്ടായതും EMA 20, 50 നിലവാരങ്ങളിൽ നിന്നാണ്. നിലവിലെ എല്ലാ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജസിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ EMA 200, 100, 50 ഒക്കെ തമ്മിലുള്ള വിഡ്ത്ത് വളരെ കൂടുതലാണ്. അതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റത്തിൻ്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഇത്തരത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള നിർണായകമായ നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. ഫെഡറൽ ബാങ്ക്, BEL എന്നീ ഓഹരികളുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ആണ്